വെൽക്കം ടു ലെക്സ് ലെക്ചേഴ്സ്. നമ്മൾ ഇന്ന് ഇവിടെ നോക്കുന്നത് സെക്ഷൻ 367 ടു 368 ഓഫ് ദ സംഹിതയാണ്. നമ്മൾ ഒരു കോർട്ട് റൂമിൽ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി, ഒരു അക്യൂസ്ഡ് പേഴ്സൺ വന്ന് നിൽക്കുന്നു. അദ്ദേഹം സൈലന്റ് ആയിട്ട് നിൽക്കുന്നു. അദ്ദേഹത്തിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും അദ്ദേഹം മറുപടി പറയുന്നില്ല. അദ്ദേഹത്തിന് ഡിഫെൻഡും ചെയ്യുന്നില്ല. തന്നെ നമ്മുടെ മൈൻഡിൽ ഒരു കാര്യം വന്നിട്ടുണ്ടല്ലോ, അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ്. അത് തന്നെയാണ് നമ്മൾ ഈ സെക്ഷനിൽ നോക്കാൻ പോകുന്നത്. നമ്മുടെ സെക്ഷൻ 367 ആൻഡ് 378 വരെ ഹൈലൈറ്റ് ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ എന്താണ്, ഒരു അക്യൂസ്ഡ് പേഴ്സൺ അൺസൗണ്ട് മൈൻഡ് ആണ് അക്യൂസ്ഡ് പേഴ്സൺ ഉള്ളതെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഫെയർനെസ്, മെഡിക്കൽ അറ്റൻഷൻ ആൻഡ് ജസ്റ്റിസ് എൻഷുർ ചെയ്യണം. അതാണ് നമ്മുടെ 367 ടു 378 ഓഫ് BNSS എൻഷുർ ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സസ്പെൻഷൻ ഓഫ് അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് ആണ്. അക്യൂസ്ഡിന്റെ ബിഹേവിയറും അതേപോലെ തന്നെ അദ്ദേഹത്തിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ അക്യൂസ്ഡിന്റെ മെഡിക്കൽ റെക്കോർഡ്സിൽ നിന്നും മജിസ്ട്രേറ്റിന് ഇൻക്വയറിയുടെ സമയത്ത് തോന്നുകയാണ് അക്യൂസ്ഡ് അൺസൗണ്ട് മൈൻഡ് ആണെന്ന്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് മെന്റൽ കണ്ടീഷനിൽ ഒരു ഇൻക്വയറി ഇദ്ദേഹം കണ്ടക്ട് ചെയ്യണം. സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞാൽ മെഡിക്കൽ എക്സാമിനേഷൻ. ഇങ്ങനെ ഒരു സസ്പീഷൻ നമ്മുടെ മജിസ്ട്രേറ്റിന് തോന്നിക്കഴിഞ്ഞാൽ മജിസ്ട്രേറ്റിനാണെങ്കിൽ ഒരു ഡിസ്ട്രിക്റ്റിലെ ഒരു സിവിൽ സർജനെയോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്ന ഒരു മെഡിക്കൽ ഓഫീസറിനെയോ ഈ അക്യൂസ്ഡിനെ എക്സാമിൻ ചെയ്യാൻ വേണ്ടി അറേഞ്ച് ചെയ്യണം. അതുപോലെ തന്നെ ഈ എക്സാമിൻ ചെയ്യുന്ന ഈ സിവിൽ സർജനെ ഒരു വിറ്റ്നസ് ആയിട്ട് മജിസ്ട്രേറ്റ് എക്സാമിൻ ചെയ്യും. അതുപോലെ തന്നെ ആ സിവിൽ സർജന്റെ ടെസ്റ്റിമണി റൈറ്റിംഗിൽ റെക്കോർഡ് ചെയ്യുകയും ചെയ്യും. തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മജിസ്ട്രേറ്റിന്റെ ഫൈൻഡിങ് ആണ്. മജിസ്ട്രേറ്റിന് ഇപ്പൊ തോന്നുകയാണ് ആ എക്സാമിനേഷൻ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇദ്ദേഹം അൺസൗണ്ട് മൈൻഡ് ആണ്, അദ്ദേഹത്തിന് ഡിഫെൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല എന്ന് തോന്നിയാൽ അദ്ദേഹം ഒരു ഫോർമൽ ഫൈൻഡിങ് റെക്കോർഡ് ചെയ്യും. അതുപോലെ തന്നെ പ്രൊസീഡിങ്സ് പോസ്റ്റ്പോൺ ചെയ്യുകയും ചെയ്യും. ഇനി ഡ്യൂറിംഗ് ട്രയൽ ബിഫോർ എ മജിസ്ട്രേറ്റ് ഓർ കോർട്ട് ഓഫ് സെക്ഷൻ, ഈവൻ ദ ട്രയൽ സ്റ്റേജിൽ വരെ അക്യൂസ്ഡ് അൺസൗണ്ട് മൈൻഡ് ആണെന്ന് തോന്നിയാൽ മജിസ്ട്രേറ്റിന് ഓർ കോർട്ടിന് ഇതിലൊരു ഈ ഫാക്ട് ഓഫ് അൺസൗണ്ട്നെസ്സിൽ ഒരു ഇൻക്വയറി ഹോൾഡ് ചെയ്തിട്ട് അദ്ദേഹത്തിനാണെങ്കിൽ ഡിഫെൻഡ് ചെയ്യാൻ ഇൻകപ്പാസിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ മജിസ്ട്രേറ്റിന് എന്താണ്, പ്രൊസീഡിങ്സ് പോസ്റ്റ്പോൺ ചെയ്യാം. അതുപോലെ തന്നെ ഫൈൻഡിങ്സ് റെക്കോർഡും ചെയ്യണം. പിന്നെ റിലീസ് ഓൺ സെക്യൂരിറ്റി ആണ്. ഇങ്ങനെ പ്രൂവ് ആയി ഇദ്ദേഹം അൺസൗണ്ട് മൈൻഡ് ആണെന്ന് പ്രൂവ് ആയി കഴിഞ്ഞാൽ മജിസ്ട്രേറ്റിനാണെങ്കിൽ ഈ അക്യൂസ്ഡിനെ ഒന്നെങ്കിൽ സഫീഷ്യന്റ് സെക്യൂരിറ്റിയുടെ ബേസിസിൽ റിലീസ് ചെയ്യാം. റിലീസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് പ്രോപ്പർ കെയർ കിട്ടുന്നുണ്ട്. അദ്ദേഹത്തിന് എന്താണ്, അദ്ദേഹത്തിനെ തന്നെ ഹാം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഹാം ചെയ്യുന്നില്ല. അതുപോലെ തന്നെ കോർട്ടിന്റെ മുന്നിൽ അദ്ദേഹം അപ്പിയർ ചെയ്തോളും എന്നുള്ളതൊക്കെ എൻഷുർ ചെയ്യുകയും ചെയ്യണം കോർട്ട്. ഡിറ്റൻഷൻ ഇഫ് നോട്ട് റിലീസ്ഡ്, ഇപ്പോൾ ബെയിൽ ഇൻഅപ്രോപ്രിയേറ്റ് ആണ് ഈ സാഹചര്യത്തിൽ എന്ന് മജിസ്ട്രേറ്റിന് തോന്നിയാൽ, അല്ലെങ്കിൽ സഫീഷ്യന്റ് സെക്യൂരിറ്റി ഇല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ മജിസ്ട്രേറ്റിന് അല്ലെങ്കിൽ കോർട്ടിനാണെങ്കിൽ അദ്ദേഹത്തിന് സേഫ് കസ്റ്റഡിയിൽ ഡീറ്റെയിൻ ചെയ്യാം. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത്, മെന്റൽ ഹെൽത്ത് കെയർ ആക്ട് 2017 റൂൾസ് പ്രകാരമല്ലാതെ ഈ അക്യൂസ്ഡിനെ ഒരു മെന്റൽ ഹെൽത്ത് ഫെസിലിറ്റിയിലേക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. ഇനി അടുത്തത്, നമ്മുടെ അക്യൂസ്ഡ് ആണെങ്കിൽ റിക്കവർ ആയി, അതുപോലെ തന്നെ അദ്ദേഹത്തിന് സ്വയമേ ഡിഫെൻഡ് ചെയ്യാൻ കാപ്പബിൾ ആണെന്ന് മജിസ്ട്രേറ്റിന് അല്ലെങ്കിൽ കോർട്ടിന് തോന്നിക്കഴിഞ്ഞാൽ കോർട്ടിന് ഈ ട്രയൽ അല്ലെങ്കിൽ ഇൻക്വയറി റിസ്യൂം ചെയ്യാം, മീൻസ് റീസ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഫർദർ പ്രൊസീഡിങ്സുമായിട്ട് മുന്നോട്ട് പോകാം. ഈ ടോപ്പിക്ക് വളരെ സിമ്പിൾ ആണ്, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യുക. പിന്നെ ലെക്സ് ലെക്ചേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ ലീഗൽ അപ്ഡേറ്റ്സിന് വേണ്ടി. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.